നല്ല പടം നല്ല മൂവിയായിരുന്നു. അടിപൊളി പടം, ഹെവി. വളരെ കഷ്ടപ്പെട്ടാണല്ലോ ഞങ്ങൾ മൂവി കണ്ടിറങ്ങിയതാണ്. ഭയങ്കര സന്തോഷം തോന്നി, കാരണം ചേട്ടൻ ഒരുപാട് ഡെഡിക്കേഷൻ. അതെ, നമ്മളിവിടെ എല്ലാ പടത്തിലും നമ്മൾ മാക്സിമം കൊടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ഇത് വളരെ മാക്സിമം തോന്നി, ഹാപ്പി, സന്തോഷം. എങ്ങനെയാണ് അഭിനയിച്ച? അടിപൊളിയായിരുന്നു, നല്ല നല്ല അടിപൊളിയായിരുന്നു. കൂടുതൽ അതിനപ്പുറത്തേക്ക് പറയാനറിയാൻ പാടില്ല, അതാണ്. ഒരുപാട് കഷ്ടപ്പാട് എല്ലാ പടത്തിനോട് എല്ലാ ക്യാരക്ടർ ചെയ്യുമ്പോഴും എല്ലാ പടങ്ങളും എല്ലാം കഷ്ടപ്പെട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ആ കഷ്ടപ്പാട് നമ്മൾ വന്ന ആൾക്കാരുടെ മുമ്പിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് പ്രോപ്പറായിട്ട് പടം ആസ് എ ഹോൾ മൂവി വർക്കായ മാത്രമേ ആ ക്യാരക്ടർ ചെയ്തതിനെല്ലാം റീസൺ ഉണ്ടാവുള്ളൂ. അടിപൊളി. ഇനി വേണമെങ്കിൽ എല്ലാം പറയാം. ഇല്ല, ഞാൻ ഈ പടം കണ്ട ഭൂതകാലം കണ്ടത് പോവാണ്. തീർച്ചയായിട്ടും രാഹുലേട്ടൻ്റെ മേക്കിംഗ് നമ്മൾ ഭൂതകാലത്തിൽ കണ്ടതല്ലേ, അടിപൊളിയാണ്. അപ്പോൾ രാഹുലേട്ടൻ ഇങ്ങനത്തെ ഒരു കഥ പറയണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എക്സൈറ്റഡ് ആയിരുന്നു. എന്തായിരിക്കും, എങ്ങനെയായിരിക്കും. അപ്പോൾ കഥയും കേട്ട് ഇതിലൊക്കെ കഥയും കേട്ട് പിന്നെ മമ്മൂക്കയുടെ ലുക്ക് കാണിച്ചപ്പോഴേക്കും ഞാൻ വീണു. പൊളിയായിരുന്നു, വെറുതെ സീൻ പരിപാടിയായിരുന്നു. സന്തോഷം. അതെനിക്ക് ഞാനത് ചിന്തിച്ചിട്ടോ അതിനെപ്പറ്റി വേറെ ചെയ്തിട്ട് കാര്യമില്ല. അതൊരു മേക്കറിൻ്റെ വിഷനാണ്. പിന്നെ വർഷങ്ങളായിട്ട് ഇല്ലാതിരുന്ന ഒരു കളർ സ്പെക്കാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ അതിൽ അഭിനയിക്കുക എന്നുള്ളത് ആസ് എൻ ആക്ടർ എനിക്കും കൗതുകമായിരുന്നു. അതിനി ആൾക്കാർ കാണുമ്പോൾ കാണാം. ഗംഭീര എക്സ്പീരിയൻസ് ആണ് ഈ തിയേറ്ററിൽ ത്രോട്ട് കിട്ടുന്നത്. ത്രോട്ട് റോമുണ്ട്. അപ്പോൾ ഇത് മലയാള സിനിമ ഈ ഒരു പാറ്റേണുള്ള നമ്മൾ തുമ്പാടൊക്കെ പോലെ സിനിമകളാണ് ഇവിടെ എക്സ്പീരിയൻസ് ആകുന്നത്. അപ്പോൾ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആകും. തീർച്ചയായിട്ടുമായിരിക്കും. കാരണം അതിലിപ്പോൾ എനിക്ക് പറയണമെങ്കിൽ കുറച്ച് ആൾക്കാർ കൂടി കാണണമല്ലോ. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് വന്ന കാര്യങ്ങളും പരിപാടികളൊക്കെ അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പം നേരിട്ട് കണ്ട് അത് റിയലാണത്. അത് റിയലായിട്ട് CG ഇല്ലാണ്ട് ചെയ്ത ഐറ്റമാണ് ആ സാധനമൊക്കെ. അപ്പോൾ അതിന് നല്ല എക്സ്പെൻസീവായി നല്ല രീതിക്ക് ആ ചെക്കൻ പെർഫോം ചെയ്തിട്ടുണ്ട്. കളരിയൊക്കെ ചെയ്യുന്ന ഒരു ചെക്കനെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. അപ്പോൾ അത് കാണുമ്പോൾ ബാക്കി ഇവർക്ക് അത് തുറന്ന് പറയാൻ 2 ദിവസം കൂടി കണ്ട് ഞാൻ പറയാം. നല്ല പടം, അടിപൊളി അടിപൊളി കിടിലം പടം, വേറെ ലെവൽ. നല്ല പടം, നല്ല പടം. വൺ ഹെൽ ഓഫ് എൻ എക്സ്പീരിയൻസ്. അടിപൊളിയാണ്. ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിചാരിച്ചപ്പോൾ നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈം ആയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ആ ഒരു ഇമ്പാക്റ്റ് പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്. മേക്കിംഗ് വൈസ്, മ്യൂസിക് എല്ലാവരും കാണുമ്പോൾ അറ്റ്മോസ്ഫിയർ തന്നെ കാണുക. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇതാണ്. പിന്നെ അവിടെ 5 ക്യാരക്ടേഴ്സ് ഉള്ളൂ. അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, മമ്മൂട്ടി, എല്ലാവരും എൻ്റെ പൊന്നോ അർജുൻ അശോകനെ വൺ ഓഫ് ദ ബെസ്റ്റ് കരിയർ ബെസ്റ്റ് എന്ന് പറയാം. പിന്നെ മമ്മൂക്ക, പുള്ളി ഈ 73-ാം വയസ്സിൽ നമ്മൾ അത്ഭുതപ്പെടുത്തണമെങ്കിൽ എൻ്റെ അമ്മോ പെട്ടെന്നുള്ള റിയാക്ഷൻ ചേഞ്ച്, ചിരി നമ്മൾ ട്രെയിലറിൽ കണ്ടാക്കുക, അതൊക്കെ സ്ക്രീനിൽ വരുമ്പോൾ ഇമ്പാക്റ്റ് അടിപൊളിയാണ്. തിയേറ്ററിൽ മിസ് ചെയ്യരുത്. ലൈക്ക് മലയാളത്തിനൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്കൊരു മസ്റ്റ് പോയി. എനിക്കൊരു നമ്മൾ തുമ്പൻ എന്ന് പറഞ്ഞ സിനിമ, എനിക്ക് ആ ഒരു വൈബൊക്കെ കിട്ടി. ഇതൊരു ഹൊറർ മൂവി അല്ല, പക്ഷെ ഒരു എന്ത് ജോണറാന്ന് എനിക്ക് അറിയില്ല. പക്ഷേ മോനെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റ് വാച്ച്. ആൻഡ് ഞാൻ മമ്മൂക്ക പൊളിച്ചിട്ടുണ്ട്. എല്ലാവരും എക്സ്പീരിയൻസ് എല്ലാവരും. ആൻഡ് സിനിമ കഴിയുമ്പോൾ ഇറങ്ങരുത്. ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അത് വേറൊന്നുമില്ല, മ്യൂസിക് ഉണ്ട്. അത് തിയേറ്ററിൽ നിന്ന് പ്രത്യേകിച്ച് അറ്റ്മോസ്ഫിയർ കേൾക്കുമ്പോൾ ഉള്ള ഇമ്പാക്ട്സ് ആൻഡ് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയത് എന്തുകൊണ്ടും നന്നായി. കാരണം ആ ഒരു പഴയ കാലത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് എല്ലാം സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ദാറ്റ്സ് ഓക്കെ.